കോഴിക്കോട് ബീച്ച് റോഡിൽ ഒരു അപകടമുണ്ടാവുകയും ആൽവിൻ എന്നു പേരുള്ള കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു സിനിമാറ്റോഗ്രാഫറാണ്, ക്യാമറയെ സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ചെറിയ രോഗമൊക്കെ ഉണ്ടായിരുന്നു, വിദേശത്തു നിന്നും അവധിക്ക് വന്നതാണ്, ചികിത്സയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഈ ആൽവിൻ കൊല്ലപ്പെടുന്നു. ഈ കൊല്ലപ്പെടുന്നത് വലിയ വാർത്തയാകുന്ന സംഭവം ഉണ്ടാകുന്നത്. വാർത്തയെ ഹൈലൈറ്റ് ചെയ്തിരുന്നത് റീൽസ് ചിത്രീകരണത്തിനിടയിൽ ക്യാമറമാൻ കൊല്ലപ്പെട്ടു എന്നാണ്. എന്നിട്ട് അതിന്റെ ഉപകഥയായി കോഴിക്കോട് ബീച്ച് റോഡിൽ സ്ഥിരമായി ഇത്തരം റീൽസ് ചിത്രീകരണങ്ങൾ നടക്കുന്നു, ഇതൊക്കെ അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ധാർമ്മിക പ്രസംഗവും കണ്ടു. ഈ അപകടവും തമ്മിൽ ഒരു ബന്ധവുമില്ല. കോഴിക്കോട് മലപ്പുറം മേഖലയിലെ ഏറ്റവും പ്രമുഖമായ കോടീശ്വരന്മാരായ കല്ലിങ്കൽ കുടുംബത്തിന്റെ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഫലമായാണ് ഈ ആൽവിൻ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത്. കോടീശ്വരന്മാരാണ്, ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട്, മുസ്ലിം ലീഗ് നേതാക്കളൊക്കെയായി അവർ നിൽക്കുന്ന ചിത്രങ്ങൾ, വീഡിയോകൾ അവരുടെ തന്നെ റീൽസിൽ ലഭ്യമാണ്. CPM നേതാക്കളോടും അവർക്ക് നല്ല ബന്ധമുണ്ട്. കല്ലിങ്കൽ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനായ സാബിത് റഹ്മാൻ കല്ലിങ്കൽ, അദ്ദേഹമാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് പോലും പറയപ്പെടുന്നുണ്ട്. അത് കൃത്യമായ ഒരു തെളിവൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. ഈ സാബിത് റഹ്മാൻ ആണ് വാസ്തവത്തിൽ 999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ. ഇവർക്ക് വേണ്ടി പ്രൊമോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്തു. അതായത് 2 ആഡംബര വാഹനങ്ങൾ ഇവിടെ എത്തിക്കുന്നു, നിയമവിരുദ്ധമായി ചേസ് ചെയ്യുന്നു. ഈ ചേസ് ചെയ്യുന്ന വീഡിയോ ദൃശ്യം പകർത്താൻ ഈ ആൽവിനെ കൊണ്ട് നിർത്തിയതാണ്. അല്ലാതെ ആൽവിൻ ചേസ് ചെയ്യാൻ പോയതോ റീൽസ് ചിത്രീകരിക്കാൻ പോയതോ അല്ല. ഈ സ്ഥാപനത്തിന്റെ പ്രൊമോഷന് വേണ്ടി ഒരു BMW കാറും ഒരു റേഞ്ച് റോവർ ഡിഫൻഡറും മത്സരയോട്ടം നടത്തുന്നു. ഈ കാറുകൾ മത്സരയോട്ടം നടത്തി വരുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ആൽവിൻ എടുക്കുന്നു. ഇവിടെ ഈ BMW കാറ് ബ്രേക്ക് ചെയ്യുന്നതിന് പകരം ആക്സിലറേറ്റർ ചെയ്യുന്നു. അതിവേഗതയിൽ വന്ന് ആൽവിനെ തട്ടിത്തെറിപ്പിച്ച് കൊന്നുകളയുന്നു. ഇതാണ് സംഭവിച്ചത്. എന്നിട്ട് ഇവർ നടത്തിയ അട്ടിമറികളാണ് ഭയപ്പെടുത്തുന്നത്. അപകടമുണ്ടായി. അപകടം അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് ആശുപത്രിയിൽ എത്തിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അപകടത്തിന്റെ തെളിവുകളെല്ലാം നശിപ്പിക്കാൻ പോലീസിന്റെ സഹായത്തോടെ അട്ടിമറി നടത്തി.